സ്ത്രീധന പീഡന കേസിൽ ഒരുപാട് ഈ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. പട്ടിണിക്കിട്ട് കൊല്ലുക, ഉത്തരവാദ കേസ് പോലെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുക, അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ പുറത്തറിയാത്തതും ഒരുപാടുണ്ട്. അപ്പോൾ ഇത്രയും കേസുകളും കാര്യങ്ങളും വരുമ്പോൾ സ്ത്രീധനം നമുക്ക് ഒരിക്കലും നിരോധിക്കാൻ സാധിക്കാത്തത് ഒന്നാണോ? സ്ത്രീധനം നിരോധന നിയമം ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്ക് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 എന്ന് പറയുന്ന ഒരു നിയമം ഇവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. ഇവിടെ ഒരു നിയമം നമുക്കുണ്ടെങ്കിലും ആ നിയമം അനുസരിച്ചാണോ നമ്മുടെ സൊസൈറ്റി പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് ഏറ്റവും അധികം വേണ്ടത് സോഷ്യൽ അവയർനെസ് ആണ്. അത് സ്കൂൾ മുതലേ തന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഡൗറി ചോദിക്കാൻ പാടില്ല, ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുള്ളതാണ് എന്നൊക്കെയുള്ളത് സ്കൂൾ തലം മുതലേ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം കുട്ടികൾക്കും. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ആ ഒരു അവയർനെസ് ഉണ്ടാകണം. ഒരിക്കലും അത് അങ്ങനെ പാടില്ല. ആ ഒരു അവയർനെസ് സൊസൈറ്റിയിൽ വരാത്തിടത്തോളം കാലം ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പം എപ്പോഴാണോ ആ ഒരു തലത്തിലോട്ട് മാറുന്നത് അപ്പം മുതൽ ഈ പറയുന്ന ആത്മഹത്യയും കാര്യങ്ങളും എല്ലാം പയ്യെ അങ്ങ് നിന്നോളും. അപ്പം അതുപോലെ തന്നെ ഈ പാർട്ട്ണറെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. ഒരു വിവാഹം എന്ന് പറയുന്നൊരു സംഭവം വരുമ്പം അവിടെ ചെറുക്കൻ്റെ വീട്ടുകാർ അപ്പം ചിന്തിക്കുന്നത് പെൺകുട്ടി എത്ര ഗോൾഡ് കൊണ്ടുവരും, അല്ലെങ്കിൽ എത്ര പൈസ കൊണ്ടുവരും, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടമുണ്ടാകും. വളരെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അതിന് താഴെയുള്ള ഒരു കുടുംബത്തിൽ ചിന്തിക്കുന്ന ചിന്താഗതി അതാണ്. അല്ലെങ്കിൽ താഴെ വേറൊരു പെങ്ങളുണ്ടാവാം, ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടാം, ഇതിന്ന് കിട്ടിയിട്ട് അങ്ങോട്ട് വിടാം. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ ഈ വരുന്ന പെൺകുട്ടി ഒരു ഇൻഡിവിജ്വൽ ആണെന്നും അതിൻ്റെ വീട്ടുകാരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് വാങ്ങിക്കുന്ന ഗോൾഡും പണവും ഒക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നും ആ ഒരു ചിന്ത അത് വരണം. അത് ഈ പറയുന്ന ഹസ്ബൻഡിനും വരണം, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും വരണം. അങ്ങനെ ഒരു തരത്തിലുള്ള സോഷ്യൽ അവയർനെസ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു മാരേജ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്?